സീതാ സ്വയംവരത്തിൽ രാവണൻ കടന്നു വന്നപ്പോൾ ജനക മഹാരാജാവ് ചോദിച്ചു, ദശാനന, ഞാൻ അങ്ങയെ ക്ഷണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ രാവണൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ മഹാദേവന്റെ ധനുഷ് എടുക്കാൻ വന്നതാണ്. ഞാൻ കൈലാസപർവ്വതം പോലും എടുത്തുയർത്തിയ ദശാനനാണ്. ഈ ധനുഷ് അത്ര വലിയ കാര്യമല്ല. ഞാൻ ഈ ധനുഷ് ഒരു വിരലിൽ ഉയർത്തും എന്ന് രാവണൻ അഹങ്കാരത്തോടെ പറഞ്ഞു. രാവണൻ ഒരു വിരൽ കൊണ്ട് ധനുഷ് ഉയർത്താൻ ശ്രമിച്ചു. പക്ഷേ അത് അല്പം പോലും അനങ്ങിയില്ല. പിന്നെ അയാൾ രണ്ടാമത്തെ വിരലും മൂന്നാമത്തെ വിരലും ഉപയോഗിച്ചു. അവസാനം ഒരു കൈ മുഴുവൻ ഉപയോഗിച്ചിട്ടും ധനുഷ് ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നീട് രാവണൻ രണ്ട് കൈകളും ഉപയോഗിച്ചു പൂർണ്ണ ശക്തിയോടെ ധനുഷ് ഉയർത്താൻ ശ്രമിച്ചു. ഏറെ പരിശ്രമത്തിനൊടുവിൽ ധനുഷ് അല്പം ഉയർന്നപ്പോൾ അതേസമയം കൈലാസത്തിലിരുന്ന് ഇതെല്ലാം കാണുന്ന മഹാദേവൻ തന്റെ ഒരു കാൽ താഴേക്ക് വെച്ചു. അതോടെ ധനുഷിന്റെ ഭാരം അത്രയധികം വർദ്ധിച്ചു. ഈ കാരണം കൊണ്ട് രാവണന് ധനുഷ് ഉയർത്താൻ കഴിഞ്ഞിരുന്നില്ല. അപമാനിതനായ രാവണൻ കൈലാസപർവ്വതത്തിൽ മഹാദേവന്റെ അടുത്തെത്തി ചോദിച്ചു, പ്രഭു, അങ്ങ് എന്തിനാണ് എന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഇങ്ങനെ അപമാനിച്ചത്? അതിന് മറുപടിയായി മഹാദേവൻ പറഞ്ഞു, രാവണ, ഈ ധനുഷ് ഉയർത്താൻ ആത്മാവിന്റെ ശുദ്ധി അത്യാവശ്യമാണ്. ആത്മാവ് ശുദ്ധമായവർക്ക് മാത്രമേ ഈ ധനുഷ് ഉയർത്താൻ സാധിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഹർ ഹർ മഹാദേവ്, ജയ് സിയാറാം.